ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അധ്യാപക തസ്തികകളുടെ പ്രായപരിധി ഉയർത്തിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് LP, UP അല്ലെങ്കിൽ HSA, HSST പോലെയുള്ള അധ്യാപക തസ്തികൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ജനറൽ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 44 വയസ്സ് വരെയും, OBC വിഭാഗത്തിലുള്ളവർക്ക് 47 വയസ്സ് വരെയും, SC ST വിഭാഗത്തിലുള്ളവർക്ക് 49 വരെയും പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു അല്ലെ. അത് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ച കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ ആദ്യം തന്നെ ഉടനടി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസ് വീണ്ടും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടാം. ഓക്കെ, അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേഷൻ ആണ്. അധ്യാപക നിയമനം പ്രായപരിധി വർധന എയ്ഡഡ് സ്കൂളുകൾക്കും ഇനി ബാധകമാണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ എന്താണ് ന്യൂസ് റിപ്പോർട്ട് എന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പ്രായപരിധി ഉയർത്തി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരങ്ങൾ തന്നെയാണ് നൽകുന്നത്. അപ്പൊ ഇതുവരെയായി കേഡറ്റ് നേടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കേഡറ്റ് നേടിയെടുക്കുക. അതോടൊപ്പം തന്നെ അടുത്ത LP, UP പരീക്ഷയ്ക്ക് വേണ്ടിയും തയ്യാറെടുത്തോളുക. കാരണം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. കഴിഞ്ഞ പരീക്ഷ എഴുതുന്ന സമയത്ത് എന്റെ അവസാന ചാൻസ് ആണല്ലോ എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതിൽ കിട്ടിയില്ല എന്ന ആശങ്കയോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇനി വേണ്ട. ഇതേ അടുത്ത ഒരു ചാൻസ് കൂടെ നിങ്ങൾക്ക് വേണ്ടി ലഭ്യമായിരിക്കുകയാണ്. അപ്പൊ തന്നെ എന്ത് ചെയ്യുക, അതിലുള്ള പ്രിപ്പറേഷൻസ് പഠിച്ചു തുടങ്ങുക. എവിടെയാണോ നമുക്ക് കഴിഞ്ഞ തവണ പോരായ്മ വന്ന് ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ TLEDO, TTCO, BEDO കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, നിങ്ങൾക്ക് മുൻപിലുള്ള കോമ്പറ്റീഷൻ കുറെ കൂടെ കൂടിയിരിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞ എക്സാമിന് എത്രത്തോളം പ്രിപ്പയർ ചെയ്ത ആളുകളോടൊപ്പമാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ അത്രയോ ഒന്നും പഠിച്ചിട്ടൊരു എക്സാമിനെ മുന്നോട്ട് പോയി കാണുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അതൊരു എക്സാം എഴുതാം എന്ന് വേണ്ടി പോവുകയല്ല. റാങ്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും ഒരുപാട് എക്സ്പീരിയൻസും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായി ഒരുപാട് മാസങ്ങളും ഒക്കെ മാറ്റിവെച്ച ആളുകളോടൊപ്പമാണ് നമ്മൾ മത്സരിക്കാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അതിനുവേണ്ടി അത്രത്തോളം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്ന ശേഷം തുടങ്ങിയിട്ട് നമുക്കൊരു ഉയർന്ന റാങ്ക് എന്താണെങ്കിലും ലഭിക്കില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഒരു ഉയർന്ന റാങ്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ എയിം സ്റ്റഡി സെന്റർ LP, UPയുടെ പുതിയ ലോങ് ടേം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഫീസിലാണ് മെന്റർഷിപ്പോട് കൂടെ തന്നെ പരീക്ഷ വരെ വാലിഡിറ്റി വരുന്ന കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 94465370 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലെ. അപ്പൊ എന്താണ് അപ്ഡേഷൻ എന്ന് നോക്കാം അല്ലെ. അധ്യാപക നിയമനം പ്രായപരിധി വർധന എയ്ഡഡ് സ്കൂളുകൾക്കും ഇനി ബാധകമാണ്. പൊതുവിഭാഗങ്ങളിൽ 44 വയസ്സ് വരെ, OBCക്ക് 47, SC ST 49 എന്ന പ്രായപരിധി വർധനവില് PSC വഴി അധ്യാപന നിയമനങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ചത് എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കി. പൊതുവിഭാഗത്തിൽ 44 വയസ്സ് വരെയും, OBC വിഭാഗത്തിൽ 47 വയസ്സ് വരെയും, പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക് 49 വയസ്സ് വരെയുമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. PSC വഴി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 4 വർഷം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അധ്യാപക തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി 4 വർഷം നീട്ടി. സർക്കാർ സ്കൂളുകളിൽ അധ്യാപകർക്ക് അനുവദിച്ച ഇളവ് എയ്ഡഡ് സ്കൂളുകളിലും ബാധകമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയതോടെയാണ് ഈ മേഖലയിലെ അധ്യാപക നിയമനങ്ങൾക്കും ഉയർന്ന പ്രായപരിധി ബാധകമാക്കിയത് എന്നുകൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് വലിയൊരു അവസരം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപനത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അടുത്ത LP, UPയിൽ ഒരു ഉയർന്ന റാങ്ക് തന്നെ നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യണം. അപ്പൊ അത് മറന്നു പോകരുത്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക, ഒരു ഉയർന്ന റാങ്ക് ഉറപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ LP, UPയുടെ പുതിയ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 94465370 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അധ്യാപക തസ്തികകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസ്, നോട്ടിഫിക്കേഷൻസ്, ഇൻഫോർമേഷൻസ്, വാർത്തകളെല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്ത എല്ലാ ഇൻഫോർമേഷൻസിന്റെയും കൃത്യമായ നോട്ടിഫിക്കേഷൻ വാട്സ്ആപ്പിലൂടെ തന്നെ ലഭിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.